അങ്ങനെ ദിവസങ്ങൾ നീണ്ട മീഡിയ വണ്ണിന്റെ തീപാറും മണ്ഡലത്തിലൂടെയുള്ള യാത്ര ഇന്ന് അവസാനിക്കുകയാണ്. ഇന്ന് നമ്മുടെ ടീം, അതായത് മുഹമ്മദ് നൗഫലും ദിവ്യ ദിവാകരനും അങ്ങനെ നമ്മുടെ ക്യാമറ ടീമൊക്കെ ഇപ്പോൾ ഉള്ളത് നമ്മുടെ തിരുവനന്തപുരം നിയമസഭയ്ക്ക് മുന്നിലാണ്. അപ്പോൾ എല്ലാവരും അവിടെ ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. നൗഫൽ ആൻഡ് ദിവ്യ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ തീപാറും മണ്ഡലത്തിലൂടെയുള്ള ഒരു യാത്രകളൊക്കെ, അനുഭവങ്ങളൊക്കെ? യെസ് നൈരു ആൻഡ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി കേരളം പോളിംഗ് ബൂത്തിലേക്ക് കടക്കാൻ, ജനവിധി എഴുതാൻ വെറും 4 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. പ്രചാരണത്തിന് വോട്ടുറപ്പിക്കാൻ സ്ഥാനാർത്ഥികളുടെ മുന്നിൽ വെറും 3 ദിവസം. ഞങ്ങൾ 2 ദിവസം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ചൂടറിയാൻ, ആവേശമറിയാൻ മഞ്ചേശ്വരത്ത് നിന്ന് തുടങ്ങിയ യാത്രയാണ് 12 ദിവസം മുൻപ്. ഇന്നിപ്പോൾ ഇതാ ഈ നിയമസഭാ കവാടത്തിന് മുന്നിൽ ആ യാത്ര അവസാനിക്കുന്നു. ഞങ്ങൾ എല്ലായിടത്തും ചോദിച്ച ചോദ്യം, കേരളം ആര് ഭരിക്കും? ഈ നിയമസഭാ മന്ദിരത്തിൽ ആര് പ്രതിപക്ഷത്തിരിക്കും, ആര് ഭരണപക്ഷത്തിരിക്കും എന്നതായിരുന്നു. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ നൗഫൽ? ആ ചോദ്യത്തിന് ഉത്തരം സത്യത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നത് പോളിംഗിന് ശേഷം മാത്രമേ മനസ്സിലാകൂ. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടതാണ്. എല്ലാ പ്രവചനങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് UDF വലിയ തേരോട്ടം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആളുകൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് പറയുക അസാധ്യമാണ്. പക്ഷേ നമ്മൾ കണ്ട ചില കാഴ്ചകൾ, നമുക്ക് തോന്നിയ ചില കാര്യങ്ങൾ, അതെല്ലാം പ്രേക്ഷകരോട് പങ്കുവെക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ എല്ലാ ജില്ലകളിലൂടെയും യാത്ര ചെയ്തു, പക്ഷേ എല്ലാ മണ്ഡലങ്ങളിലും ഞങ്ങൾ എത്തിയിട്ടില്ല എന്ന് കൂടി പറയട്ടെ. തീപാറും പോരാട്ടം നടക്കുന്ന 25ഓളം മണ്ഡലങ്ങളിലൂടെയാണ് യാത്ര ചെയ്തത്. മഞ്ചേശ്വരത്ത് തുടങ്ങി ഇങ്ങിവിടെ നേമത്ത് അവസാനിപ്പിച്ചു. യെസ്, ഈ പറയുന്ന മണ്ഡലങ്ങളെല്ലാം തീപാറുന്ന പോരാട്ടം തന്നെയാണ്. ഒരു കൃത്യമായ ട്രെൻഡ് പ്രവചിക്കാൻ കഴിയാത്ത വിധമുള്ള പോരാട്ടം നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. അവിടെയുള്ള സ്ഥാനാർത്ഥികളുമായി നമ്മൾ സംസാരിച്ചു, ജനങ്ങളുമായി സംസാരിച്ചു. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചില വിശകലനങ്ങളിലേക്ക് എത്തുന്നത്. അത് യാഥാർത്ഥ്യമാകാം, ആകാതിരിക്കാം. ആ മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ടാണ് നമ്മൾ പരിപാടി നടത്തുന്നത്. ആ വിശകലനങ്ങൾക്കുണ്ടല്ലോ കൂടുതൽ വ്യക്തത വരുത്താൻ ഞങ്ങളുടെ ഇവിടെയുള്ള തലമുതിർന്ന മാധ്യമ പ്രവർത്തകർ കൂടിയുണ്ടല്ലോ. ബ്യൂറോ ചീഫ് മുതൽ ഞങ്ങളുടെ റിപ്പോർട്ടർ, സീനിയർ റിപ്പോർട്ടർമാർ സെയ്ഫ് സൈൻലാബ്ദീൻ, വിജിൻ വായാന്തോട, ബ്യൂറോ ചീഫ് സുനിൽ ഐസക്, ഇവരൊക്കെയുണ്ട് അല്ലെ. കുറച്ചുകൂടി കൂടുതൽ വ്യക്തത വരും നമുക്ക്. എന്തായാലും നമ്മൾ കണ്ടത്, അല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്തത്, ഞാൻ ഈ യാത്രയിലുടനീളം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, ഒരു UDF തരംഗമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ മുകൾ പരപ്പിൽ അങ്ങനെ ഒരു ഫീൽ ഉണ്ട്. പക്ഷേ അതിന്റെ താഴത്തോട്ട്, അതിന്റെ ലെയർ ഇങ്ങനെ താഴോട്ട് പോകുമ്പോൾ അതുണ്ടോ എന്ന് നമുക്ക് ഇപ്പോഴും എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാൽ, ഭരണത്തിനെതിരെയുള്ള ഒരു ശക്തമായ വികാരം എവിടെയും കാര്യമായി കണ്ടിട്ടേ ഇല്ല. പക്ഷേ ഭരണം ഒന്ന് മാറണം, നല്ലതാണ് എന്ന രീതിയിലേക്കാണ്. 10 വർഷമായില്ലേ പിണറായി സർക്കാർ, അപ്പോൾ ഒരു മാറ്റം വേണ്ടേ എന്ന് ചിന്തിക്കുന്ന പലരെയും നമ്മൾ കണ്ടു. പക്ഷേ അതായിരിക്കണമെന്നില്ല. അവർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ അവർ ഒരു തീരുമാനം ഓൾറെഡി എടുത്തു കഴിഞ്ഞു കാണും. ഇതെല്ലാം കണക്കിലെടുത്ത് അവർ ഒരു ജനവിധി രേഖപ്പെടുത്തും. ഇപ്പൊ നമ്മൾ കണ്ട കാഴ്ചകളാണ്. പക്ഷെ നമ്മുടെ കൂടെയുള്ളവർ കണ്ടിട്ടും കേട്ടിട്ടും വിശകലനം ചെയ്തിട്ടും ഇത് വ്യക്തമായി ഇക്കാര്യത്തെക്കുറിച്ച് രാഷ്ട്രീയ ബോധ്യമുള്ള മാധ്യമ പ്രവർത്തകരാണ്. അപ്പോൾ ആദ്യം തന്നെ സുനിൽ ഐസക്കിലേക്ക് പോകാം. സുനിൽ ഐസക്ക്, നമ്മൾ കണ്ട കാഴ്ചയിൽ ഞാൻ പറഞ്ഞ കാര്യം സുനിൽ കേട്ട് കാണും. അതായത് സർക്കാരിനെതിരെ വലിയ വികാരം എവിടെയും നമ്മൾ പ്രകടമായി കണ്ടില്ല എന്നുള്ളതാണ്. അതിനെ സുനിൽ അംഗീകരിക്കുന്നുണ്ടോ? തീർച്ചയായും അങ്ങനെയാണ്. അതായത് നേരത്തെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതായത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന വലിയ തോതിലില്ല എന്നതാണ്. മറ്റൊന്ന്, LDFന്റെ പ്രത്യേകിച്ച് CPMന്റെ സിറ്റിംഗ് MLA-മാർക്കെതിരെ അതാത് മണ്ഡലങ്ങളിൽ വലിയ വികാരമില്ല എന്നതാണ് മറ്റൊരു കാര്യം. ഏതാണ്ട് ഒരു 80-85% MLA-മാരും വലിയ തോതിലൊരു രോക്ഷമില്ലാത്തവരാണ്, അല്ലെങ്കിൽ അവർക്ക് ജനപിന്തുണയുള്ളവരാണ്. അതുകൊണ്ടാണ് ഒരു വലിയ ആത്മവിശ്വാസം ഇപ്പോഴും LDF കാത്തു സൂക്ഷിക്കുന്നത്. പക്ഷേ UDFനെ സംബന്ധിച്ച് കഥ അങ്ങനെയല്ല. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കൂടി തോറ്റാൽ, അല്ലെങ്കിൽ ഇനി ഒരു പരാജയത്തെ കൂടി നേരിടാനുള്ള ബാല്യമോ കൗമാരമോ വാർദ്ധക്യമോ പോലും UDFനോ കോൺഗ്രസിനോ ആ മുന്നണിക്കോ ഇല്ല എന്നതാണ്. അതായത് പൂർണ്ണമായും ആ മുന്നണിയും തകർച്ചയ്ക്കായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം. പക്ഷേ അതേ പ്രശ്നം തന്നെ LDF നേരിടുന്നുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞാൽ ഇന്ത്യയിൽ പിന്നെ CPM ഭരിക്കുന്ന സംസ്ഥാനം ഇല്ലാതാകും. അതുകൊണ്ട് തന്നെ CPM അതിനായുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും ആ പാർട്ടിയെ സംബന്ധിച്ച് കേരളത്തിൽ അവർക്ക് ഭയക്കേണ്ട കാര്യമില്ല. അവർക്ക് ഒരു സംഘടനാ സംവിധാനമുണ്ട്. ഒരുപക്ഷെ ബംഗാളിലോ ത്രിപുരയിലേക്ക് ഉണ്ടായതുപോലെ പൊടുന്നനെ ഒരു സുപ്രഭാതത്തിൽ കേരളത്തിൽ CPM അങ്ങ് തകർന്നില്ലാതാവും എന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം അതിന് പല കാരണങ്ങളുണ്ട്. ഏറ്റവും താഴെ തട്ടിൽ മുതൽ അവരുടെ പ്രവർത്തനം, മറ്റൊന്ന് അവരുടെ വർഗ വിഭജന സംഘടനകൾ, മറ്റൊന്ന് ഈ സഹകരണ സ്ഥാപനങ്ങൾ. ഇപ്പോൾ നിങ്ങൾ അവിടെ വന്ന വഴിക്കൊക്കെ കാണാം. ഒരുപക്ഷെ ദിവ്യക്കൊക്കെ കുറച്ചുകൂടെ കൃത്യമായി മനസ്സിലാവും. കാരണം ആ നാട്ടിലൊക്കെ പഴയങ്ങാടിലും പയ്യന്നൂരിലുമൊക്കെ
ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും CPM-ന്റെ ഒരു സഹകരണ സ്ഥാപനത്തിൽ ജോലിയുണ്ട്. അതെ, ഇതൊക്കെ നേരത്തെ ഉണ്ടല്ലോ. അതുകൊണ്ട് പക്ഷേ അതുകൊണ്ട് പാർട്ടി തകർന്നു പോകില്ല. പക്ഷെ പാർട്ടിക്കാരായ ആളുകൾ പോലും ഇനി വേണം നമുക്കൊന്ന് പ്രതിപക്ഷത്തിരിക്കാം എന്നൊരു ഫീലിലേക്ക് വരികയാണ്. ഇപ്പോൾ ഇന്നലെ വിജിൻ പറഞ്ഞൊരു കാര്യമുണ്ട്. വിജിന് ഇവിടെ അടുത്തൊരു എവിടെയായിരുന്നു പോയി വെള്ളാനിലൊരു പ്രോഗ്രാമിന് വേണ്ടി പോകുന്നു. അവിടെ പോയി അവിടുത്തെ ഒരാളോട് അനൗദ്യോഗികമായി ഇങ്ങനെ അവിടെ ഒരു പാർട്ടിക്കാരനാണ്, അയാളോട് സംസാരിക്കുകയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ഇത് മാറട്ടപ്പ, ഒരു തവണ ഒന്ന് മാറിയിട്ട് അവര് വരട്ടെ, കോൺഗ്രസ് വരട്ടെ. അങ്ങനെ ചോദിക്കുന്ന പലരെയും ഞങ്ങൾ കണ്ടു കേട്ടോ. അതെ, ആ ഫീലുള്ള കുറെ പേരുണ്ട്. സേഫ് അത് അംഗീകരിക്കുന്നുണ്ടോ ഉണ്ടോ? അങ്ങനെ ഒരു ജനങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഞങ്ങൾ പലരോടും ചോദിച്ചു. അപ്പോൾ പരമ്പതും ജനദ്രോഹ നടപടികളൊന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ക്ഷേമ പെൻഷനൊക്കെ ഇപ്പോൾ കൃത്യമായി കിട്ടുന്നുണ്ട്. അവരത് ക്ഷേമ പെൻഷൻ സമയാസമയം അത് കൂട്ടി നൽകി. ഇപ്പോൾ 3000 രൂപയാക്കും എന്ന് പറയുന്നു. പക്ഷേ ഒന്ന് മാറണ്ടേ? 10 വർഷമായില്ലേ ഭരണത്തിലിരിക്കുന്നു. അപ്പോൾ ഒരു മാറ്റം വേണ്ടേ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അല്ലെ, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത്, സുനിൽ പറഞ്ഞതും ഫാക്റ്റാണ്. ഇപ്പോൾ വിജയൻ കേട്ടതും വസ്തുതയാണ്. കാരണം കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഒരു വികാരമുണ്ട്. ഇപ്പോ കൂടുതൽ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. അപ്പോ അങ്ങനെ പറഞ്ഞു. എന്നാ പിന്നെ അതൊന്ന് മൈക്ക് പറയാവോ എന്ന് വെച്ചിട്ട് മൈക്ക് വെച്ച പുള്ളി പറഞ്ഞു, അത് LDF തന്നെ അറിയേണ്ടി വരും. അതായത് അയാൾ അവിടുത്തെ അതൊരു പാർട്ടിക്കാരനാണ്. അപ്പൊ അയാളുടെ ഉള്ളിലുണ്ട്, പക്ഷെ അയാളത് പുറത്തു പറയല. അപ്പൊ സൈലന്റ് ആയിട്ടൊരു ട്രെൻഡ് ഉണ്ട്. സൈലന്റ് ട്രെൻഡ് ഉണ്ട്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഈ ട്രെൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ടൊരു ട്രെൻഡിനെ കുറിച്ച് പറഞ്ഞതിന് ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അതുകൊണ്ട് ട്രെൻഡിനെ കുറിച്ച് പറയുന്നില്ല. ഞാനൊരു അതേതായിരുന്നു കൂടി പറ. അത് ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പല ആൾക്കാരോട് ബെറ്റ് വെച്ചിട്ട് അവസാനം നമ്മൾ ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ ഒരു സൈലന്റ് നമ്മൾ കാണാത്ത ഒരു ഫീൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കത് അളന്നെടുക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ നിങ്ങൾ കേരളം ഉടനീളം യാത്ര ചെയ്തിട്ട് വന്നതാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ ഒരു വസ്തുത അത് നമുക്ക് അത് അംഗീകരിക്കാതിരിക്കാനും കഴിയില്ല. കാരണം നമ്മൾ പാർട്ടിക്കാരായ ആൾക്കാരോട് സംസാരിക്കുമ്പോഴും ഇവർക്ക് ഈ പറഞ്ഞ പോലെ, ദിവ്യ പറഞ്ഞ പോലെ പെൻഷൻ കിട്ടുന്നുണ്ട്, കാര്യങ്ങൾ നടക്കുന്നുണ്ട്, വികസനം നടക്കുന്നുണ്ട്, മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല, മന്ത്രിമാർക്ക് അഴിമതിയില്ല, MLA-മാരെല്ലാം മികച്ചതാണ്. ഇതെല്ലാം പറയുമ്പോഴും 10 വർഷമായില്ല, മറ്റൊരു വന്ന് നോക്കട്ടെ എന്ന് ഫീലുള്ള ജനങ്ങളുണ്ട്. അതിനൊപ്പം തന്നെ അങ്ങനെ ഫീലില്ല, ഇവർ തന്നെ നന്നോട്ടെ എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. ഈ പാർട്ടി ഈ UDF എന്ന് പറയുന്ന പ്രസ്ഥാനം തകർന്നു പോകരുതെന്ന് ആഗ്രഹിക്കുന്ന, കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം തകർന്നു പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ഇടതുപക്ഷക്കാരുണ്ട് ഈ നാട്ടിൽ. അതായത് അങ്ങനെ തകർന്നു പോയാൽ BJP അവിടെ സമാന്തരമായി വളർന്നു വരുമെന്ന് ഭയക്കുന്ന ഇടതുപക്ഷ മനസ്സുള്ള മനുഷ്യരുണ്ട്. അവരും കൂടി തെരഞ്ഞെടുപ്പിൽ സഹായിക്കും തോന്നുന്നില്ലേ? കാരണം വീണ്ടും ഇടതുപക്ഷം തന്നെ വരികയാണെങ്കിൽ അത് ഇടതുപക്ഷത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാകും. അതുകൊണ്ട് ഒരു മാറ്റം വരേണ്ട അനിവാര്യതയുണ്ട് എന്ന തരത്തിലൊരു ഫീല് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടില്ല. ഇത് നമ്മൾ 2,79,00,000 ജനങ്ങളുടെ മനസ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ നമ്മൾ സംസാരിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. ഒരു മണ്ഡലത്തിൽ ഇറങ്ങുമ്പോൾ 20 പേരോട് സംസാരിച്ചാൽ നമുക്കൊരു ഫീൽ കിട്ടും അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. പക്ഷേ നമുക്ക് ഇങ്ങനെ സംസാരിച്ച് കിട്ടുമ്പോൾ ഒരു ആന്റി ഇൻകംപൻസി നമുക്ക് മൊത്തത്തിൽ വലിച്ചെടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു ആളുകളോട് ഒരുപാട് സംസാരിച്ച ഒരു മണ്ഡലത്തെക്കുറിച്ച് ഞാൻ പറയട്ടെ. അമ്പലപ്പുഴ മണ്ഡലത്തിലാണ്. അമ്പലപ്പുഴ മണ്ഡലത്തിൽ G. സുധാകരനാണ് മത്സരിക്കുന്നത്. നിരവധി ആളുകൾ, നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകളോട് സംസാരിച്ചത് അമ്പലപ്പുഴ മണ്ഡലത്തിലാണ്. അവിടെ ആരും സുധാകരനെതിരെ ഒന്നും പറയുന്നില്ല എന്നുള്ളത്. പക്ക പാർട്ടിക്കാരെ ആൾക്കാർ പറയുന്നത്, ഞങ്ങൾ CPM-കാരാണ്, ഞങ്ങൾ ഇത്രയും കാലം CPM-നാണ് വോട്ട് ചെയ്തത്, ഇനിയും ഞങ്ങൾ CPM-നെ വോട്ട് ചെയ്യുകയുള്ളൂ. അത് സുധാകരനോടുള്ള എതിർപ്പല്ല. അതൊരു പക്ഷേ G. സുധാകരനോടുള്ള സ്നേഹം കൊണ്ട്, വ്യക്തിപരമായ അടുപ്പം കൊണ്ടായിരിക്കാം. പക്ഷെ അതൊക്കെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ G. സുധാകരനെ വോട്ട് ചെയ്യണമെന്ന് നമ്മളോട് തന്നെ അങ്ങനെ പറയാൻ അവർ ധൈര്യം കാണിക്കുന്നുണ്ടെങ്കിൽ, അതേസമയം നമ്മളുണ്ടല്ലോ അവിടെ CPM നേതാക്കളെ കണ്ടു, ചോദിച്ചു. പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർ ഒരിക്കലും G. സുധാകരനെ ചെയ്യില്ല എന്ന് ഉറച്ചു പറയുന്നുണ്ടല്ലോ അവർ. ഒരു പ്രതീക്ഷ അല്ല, അത് ഓരോരുത്തരുടെ ഓരോ പ്രതീക്ഷകളാണ്. എന്തായാലും ഞാൻ കരുതുന്നത് ഒരു കാര്യമാണ്, ഇതിപ്പോ ഒരു പ്രവചനമായിട്ടോ പിന്നീട് ഏറിക്കയറാൻ വേണ്ടിയല്ല പറയുന്നത്. ഇത് ഈ ഫൈറ്റ് എന്ന് പറയുന്നത് ഒരു ഭീകരമായ തരംഗം ഉണ്ടെന്ന് പ്രതലത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ചിലപ്പോൾ അധികാരത്തിൽ UDF വന്നേക്കാം, അല്ലെങ്കിൽ LDF വന്നേക്കാം. എന്തായാലും ഒരു നെക്ക് പോരാട്ടമായിട്ടാണ് ഈ തിരുവനന്തപുരത്ത് 14 മണ്ഡലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് മഞ്ചേശ്വരമാണ് നമ്മൾ ആദ്യം പോയ മണ്ഡലം. മഞ്ചേശ്വരമാണ് ഇത്തവണ NDA പിടിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞൊരു മണ്ഡലം. പക്ഷേ ഞങ്ങൾ കണ്ടത് മഞ്ചേശ്വരത്ത്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ മനസ്സിലാക്കിയതിൽ സുരേന്ദ്രന് ജയസാധ്യത കുറവാണെന്നുള്ളതാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം SIR ഇവർക്ക് തിരിച്ചടിച്ചു എന്നുള്ളതാണ്. SIR-ൽ മംഗലാപുരത്ത് കുറെ ഇരട്ട വോട്ടുകൾ മഞ്ചേശ്വരത്ത് വരാറുണ്ടായിരുന്നു. ആ ഇരട്ട വോട്ടുകൾ പൂർണ്ണമായും വെട്ടിമാറ്റി അത് തുണയാകും എന്നുള്ളതാണ്. പക്ഷെ സുരേന്ദ്രൻ ഭയങ്കര കൂളായിരുന്നു. നമ്മൾ പോയി ചോദിച്ചു, ഇന്റർവ്യൂ പോലെ നമ്മൾ എടുത്തപ്പോഴുണ്ടല്ലോ, നിങ്ങൾ ഈ കാണുന്നതൊന്നും അല്ല കേട്ടോ ഇവിടെയുള്ള കാര്യങ്ങൾ. ഈ രീതിയിൽ ഇങ്ങനെ ഓടി നടന്ന് ഇവിടെ പ്രചാരണം നടത്തേണ്ടതില്ല. ഇവിടെ മറ്റു മണ്ഡലങ്ങൾ പോലെയുള്ള സാഹചര്യമല്ല മഞ്ചേശ്വരത്ത് എന്ന് പറയുന്നു. അങ്ങനെയുണ്ടോ? സത്യത്തിൽ സുരേന്ദ്രനോട് പോകുമ്പോൾ ജയിക്കാൻ വേണ്ടി മാത്രമാണ് പോകുന്നത്. പക്ഷേ ഈ കണക്കുണ്ട്. SIR വന്നപ്പോൾ കുറെ, അതായത് ഇരട്ട വോട്ടുകൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ നേരത്തെ ഒരുപാട് വാർത്തകൾ ചെയ്തിട്ടുള്ളതാണ്. SIR-ന് മുമ്പ്
ഒരുപക്ഷെ തിരുവനന്തപുരത്താണ് ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. കഴക്കൂട്ടം മണ്ഡലത്തിൽ നേരത്തെ സുനിലേസൊക്കെ എൻ്റെ വാർത്ത കൊടുത്തതാണ്. ഏറ്റവും കൂടുതൽ വെട്ടിമാറ്റപ്പെട്ട ഒഴിവാക്കപ്പെട്ട SIR ഒഴിവാക്കപ്പെട്ട ഒരു മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് അത് നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളാണ്. അപ്പോൾ അത് പോയപ്പോൾ ഒരു വലിയ വോട്ടുകൾ നമ്മൾ നേരത്തെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിച്ച സമയത്ത് അവിടെ സുരേഷ് ഗോപിയുടെ ഡ്രൈവർക്ക് പോലും ഇവിടെയും അവിടെയും വോട്ട് അല്ല, അതെങ്ങനെ ഇത്രയധികം വ്യാജ വോട്ടുകൾ ഈ BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ മാത്രം വന്നു എന്ന് ചോദ്യം. നമ്മൾ അതിനെക്കുറിച്ച് അതിപ്പോഴും ഉയർന്നുണ്ട്. അങ്ങനെ ഒരു വെട്ടിമാറ്റപ്പെടലുണ്ട്. പിന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആന്റി ഇൻകംബൻസി എന്ന് പറയുന്നത് പോലെ തന്നെ ആന്റി BJP ഒരു വർക്ക് അത് കേരളത്തിൽ എവിടേക്കോ നടക്കുന്നുണ്ട് എന്നുള്ളത്. നമ്മൾ ഈ തിരുവനന്തപുരം ജില്ലയെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായും BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലങ്ങളാണ്. അത് സിറ്റിയിലുള്ളതാണെങ്കിൽ നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ തിരുവനന്തപുരം സെൻറ്ററിലുണ്ട്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാട്ടാക്കട ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലായാലും PK കൃഷ്ണദാസാണ് ഇവിടെ മത്സരിക്കുന്നത്. കഴിഞ്ഞവണ ഇവിടെ മത്സരിച്ചത് അദ്ദേഹം തന്നെയാണ്. അവിടെ BJPക്ക് ഒരുപാട് മുന്നേറ്റം ഉണ്ടാക്കാൻ, അതായത് LDFനും UDFനും മുകളിൽ കൺസിസ്റ്റൻ്റായി നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആ മേഖലകളിൽ ഉൾപ്പെടെ ഒരു ത്രികോണ മത്സരമാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇന്നലെ വെള്ളായണി പോയി ഒരു സ്റ്റോറി ഷൂട്ടിന് വേണ്ടി പോയതാണ്. ആ സമയത്ത് ആ ത്രികോണ മത്സരത്തിൽ നിന്ന് ഒരു 2 പാർട്ടികൾ തമ്മിലുള്ള, അത് LDFോ BJPയോ അല്ലെങ്കിൽ UDFോ BJPയോ, അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടി പിന്നോട്ട് പോകും. ഒരു ഭാഗത്ത് BJP ഉണ്ട്, ഒരു ഭാഗത്ത് BJP ഉണ്ട്. അവിടെ അങ്ങനെ ഒരു കൺസോൾട്ടേഷനിലേക്ക് കാര്യങ്ങൾ എത്തുന്നോ? അത് വളരെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ A ക്ലാസ് മണ്ഡലം എന്ന് പറഞ്ഞ മണ്ഡലങ്ങളുടെ എണ്ണം കൂടുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്, കൂടി വരുന്നുണ്ട്. മാത്രമല്ല തിരുവനന്തപുരത്ത് നമ്മൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് നേമവും വട്ടിയൂർക്കാവും കഴക്കൂട്ടവും ഒക്കെ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് പതിയെ എണ്ണി പറയേണ്ട ചില മണ്ഡലങ്ങൾ കൂടി തിരുവനന്തപുരത്ത് ഉണ്ടായി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ചാത്തന്നൂർ പോയിരുന്നു, ചാത്തന്നൂർ പോയില്ലേ? ചാത്തന്നൂർ ഇതേപോലെ ഈ പറഞ്ഞ പോലെ ഒരു മണ്ഡലമാണ്. നമ്മൾ വിചാരിക്കാത്തൊരു മണ്ഡലം. എന്റെ മണ്ഡലം കുണ്ട്രയാണ്. എന്റെ മണ്ഡലത്തിന് തൊട്ടടുത്ത മണ്ഡലമാണ് ചാത്തന്നൂർ. കഴിഞ്ഞ 2 തവണ BJP അവിടെ 2ാം സ്ഥാനത്ത് വരുന്ന സ്ഥലമാണ്. BJP ഇത് ഭീകരമായ വർക്ക് അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ത്രികോണ പോരാട്ടമൊന്നോ വലിയ മത്സരം നടക്കുന്ന മണ്ഡലമായിട്ടോ അതിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ചാത്തന്നൂർ ഒരു പ്രത്യേകത വെച്ചാൽ 2011 വെറും 3000 വോട്ടാണ് BJP ഉണ്ടായിരുന്നത്. 2016 അത് 30,000 മുകളിലേക്ക് എത്തി. 21 2ാം സ്ഥാനത്താണ് അവർ തുടർച്ചയായിട്ട് 2ാം സ്ഥാനത്ത് വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. നേമത്തെയും കണക്കെങ്ങനെയാണ്? നേമത്ത് 6000 വോട്ടായിരുന്നു BJPക്ക് ഉണ്ടായിരുന്നത് 2006. അവിടെ നിന്നാണ് ഇപ്പോൾ വിജയിക്കുന്ന നിലയിലേക്ക് നിയമം മാറി 67,000 വോട്ട് ഇവിടെ. ഇത് നമ്മൾ പറയാൻ വിട്ട ഒരു മണ്ഡലമുണ്ട്, പാലക്കാടാണ്. ശോഭാ സുരേന്ദ്രൻ വലിയ രീതിയിൽ അവിടെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന ഏകദേശം ഒരു ജയം ഉറപ്പിച്ചു കഴിഞ്ഞ മട്ടിലാണ് പ്രതികരിക്കുന്നത്. അതിനുള്ള സാധ്യതയുണ്ട് പാലക്കാട്. പക്ഷേ ശോഭാ സുരേന്ദ്രന് ഒരു പ്രത്യേക മികവുണ്ട്. അത് സ്ത്രീ വോട്ടർമാരെയൊക്കെ എപ്പോഴും ആകർഷിച്ചു. എവിടെ ചെന്നാലും വോട്ട് ഉയർത്തുന്ന ഒരാൾ കൂടി. ആലപ്പുഴ അത്ര വലിയ സ്വാധീനമില്ലാത്തൊരു സ്ഥലമാണ്. പക്ഷേ ആ ഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രൻ വലിയ വോട്ട് പിടിച്ചു. ഇപ്പോൾ കഴക്കൂട്ടം നോക്കിയാൽ അതിന് സമാനമായ രീതി, അതായത് നേരത്തെ വി മുരളീധരൻ മത്സരിക്കുന്നതിന് അപ്പുറമുള്ള വോട്ട് കഴക്കൂട്ടത്ത് കഴിഞ്ഞ തവണ പിടിച്ചു 2ാം സ്ഥാനത്തേക്ക് എത്തുമ്പോൾ. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം പറയട്ടെ, ഈ BJP വിജിൻ പറഞ്ഞ പോലെ, സേഫ് പറഞ്ഞ പോലെ, സുനിൽ പറഞ്ഞ പോലെ BJP വളരെ ശക്തമാണ് എന്ന് തോന്നിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികം മറ്റിടത്ത് കൺസോൾട്ടേഷൻ രൂപപ്പെടുകയാണ്. സാധാരണ നേരത്തെ ദിവ്യ തന്നെ സൂചിപ്പിച്ചല്ലോ, സുരേന്ദ്രൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇവിടെ അങ്ങനെ വലിയ പ്രചരണം നടത്തുന്നില്ല. അത് അങ്ങനെ വരണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അങ്ങനെ വലിയ പ്രചരണം സുരേന്ദ്രൻ നടത്തുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് കൺസോൾട്ടേഷൻ ഉണ്ട്. ആ കൺസോൾട്ടേഷൻ ഇല്ലാതാക്കാൻ എത്രയോ കാലമായി ഇത് നമ്മൾ കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുന്ന മണ്ഡലം മഞ്ചേശ്വരത്ത് ഇതിപ്പോ ഈ 1-2 തെരഞ്ഞെടുപ്പിലല്ല, എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ആദ്യം കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്ന് പ്രതീക്ഷിച്ച മണ്ഡലങ്ങളിൽ ഒന്നാണ് മഞ്ചേശ്വരം. അതാ ജയിക്കാൻ വേണ്ടി പോകുന്നു തോന്നുമ്പോൾ അവിടുത്തെ CPM-മാര് UDF സ്ഥാനാർത്ഥിക്ക്, അവിടെ ലീഗ് സ്ഥാനാർത്ഥിയാണ് പരമ്പരാഗതമായിട്ട് മത്സരിക്കുന്നത്, അവർക്ക് വോട്ട് ചെയ്യും. ഇത്തവണത്തെ CPM സ്ഥാനാർത്ഥിയോട് നമ്മൾ ഈ ചോദ്യം നേരിട്ട് ജയാനന്ദനോട് ചോദിച്ചു, സാധാരണ നിങ്ങൾ CPM-മാർ UDF-ന് കുത്താറുണ്ടോ എന്ന് ചോദിച്ചു. ഇതുവരെ കുത്തിയിട്ടില്ല, അതാണ് നമ്മളോട് മറുപടി. അങ്ങനെയല്ല അത്. പക്ഷെ ഞാനവിടെ എനിക്ക് തോന്നുന്നത് ഇതിനു മുമ്പത്തെ മറ്റേ ബൈ ഇലക്ഷൻ കാലഘട്ടം മുതൽ മഞ്ചേശ്വരം കേന്ദ്രീകരിച്ച് നിന്ന് വർക്ക് ചെയ്ത ആ കാലഘട്ടത്തിലൊക്കെ നമ്മൾ കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ഒന്നൊരു മുസ്ലിം ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഉണ്ടാകും എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന് CPM വോട്ടുകൾ അവിടെ സ്വാഭാവികമായും BJP വിരുദ്ധത എന്നുള്ള ഒരു സ്ഥാനത്തേക്ക് ഭയക്കാൻ അവിടെ ഒരു ഹിന്ദു സ്ഥാനാർത്ഥി CPM-ന്റെ സ്ഥാനാർത്ഥിയായി വരുന്നു. സ്വാഭാവികമായി നമ്മൾ 2 വർഗീയത പറയില്ല, 2 വിഭാഗങ്ങളായി തിരിഞ്ഞാൽ കാസർഗോഡിനൊക്കെ പ്രത്യേകിച്ച് ഒരു ഹിന്ദു സ്ഥാനാർത്ഥി വരുന്നു എന്ന് പറയുമ്പോൾ സുരേന്ദ്രന്റെ കുറച്ച് വോട്ട് അവിടത്തേക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു പ്രശ്നം. നമുക്ക് ഒരുപാട് സമയമില്ല. എനിക്കിതിൽ പറയേണ്ട ഒരു കാര്യം, സർവേ ഫലങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ടല്ലോ, അതെല്ലാം നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ LDF-നോ UDF-നോ അങ്ങനെ വലിയൊരു ഭൂരിപക്ഷം പറയുന്നില്ല എന്നുള്ളതാണ്. സർവേ ഫലം ഒരു സേഫ് സോണിൽ നിന്ന് കളിക്കുകയാണ്, ഒരു സേഫ് സെയിലാബിദിൻ സോണാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അതെ, എല്ലാ സർവേകളും ഏതാണ്ട് സേഫ് സോണിൽ നിന്നാണ് കളിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും മാറിപ്പോകുന്നവര്. ഇപ്പം നമ്മളടുത്ത് എന്തായാലും ചോദിച്ചു, നിങ്ങൾ തിരുവനന്തപുരത്തെ കുറിച്ചൊക്കെ ചോദിച്ചു. നമുക്ക് അറിയാനുള്ളത്, നമ്മൾ കേരളം മുഴുവൻ യാത്രയല്ല, നിങ്ങൾ മഞ്ചേശ്വരത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇത്രയും സഞ്ചരിച്ചതിൽ ഈ തീ മറ്റേ ഉറച്ച് തീ ഉണ്ടാക്കിയില്ലേ, ഇങ്ങനെ തീ ഉണ്ടായ സ്ഥലങ്ങൾ ഏതൊക്കെ മണ്ഡലങ്ങളാണ് എന്ന്
ഒന്ന് വ്യക്തമാവും. രണ്ട് അതിൽ ഞാനിപ്പോൾ നമ്മൾ ഒരുപാട് മണ്ഡലങ്ങൾ ഓൾറെഡി നമ്മൾ തീ പാർന്ന മണ്ഡലമായിട്ട് നമ്മൾ പറയാറ്, പക്ഷേ പേരാമ്പ്ര നന്നായി തീ പാർന്ന ഒരു മണ്ഡലം നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പാലക്കാട് എനിക്ക് ഫീൽ ചെയ്തു. പാലക്കാട് നമ്മൾ ഓൾറെഡി പറയുന്ന ഒരു മണ്ഡലമാണ്, നമുക്ക് ഉറയ്ക്കാതെ തന്നെ അറിയുന്ന മണ്ഡലമാണ് തീ പാറുന്നത്. പക്ഷേ ബേപ്പൂർ അത്ര തീ പാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നന്നായി ആശങ്കയുണ്ട്, വലിയ രീതിയിൽ വോട്ട് നേടും അൻവർ എന്നൊരു ഫീൽ ഉണ്ട്. അതെ, വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയും ടൈറ്റ് റിയാസിന് ആ മണ്ഡലത്തിൽ നിന്ന് കേന്ദ്രീകരിക്കേണ്ടി വരില്ലായിരുന്നു മറ്റു സ്ഥലങ്ങളിലേക്ക്. ഇപ്പൊ പ്രചരണത്തിന് സജീവമായി ഇറങ്ങിയിരിക്കുക. അത് മാത്രമല്ല, എനിക്ക് അൻവർ പുറത്തിറങ്ങുമ്പോൾ ആള് കൂടുവാണെന്നേ, അൻവറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരും. പക്ഷെ അൻവറിന്റെ കൂടെ നടക്കുന്നത് ഇതുവരെയും UDF കിട്ടാത്തൊരു മണ്ഡലമാണ്. അത് LDF കിട്ടുമെന്നുള്ള കാര്യം അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല. നിലവിലെ സാഹചര്യം പല ഘടകങ്ങളും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. കഴിയാറായി, നമ്മുടെ യാത്ര കഴിഞ്ഞു. വിഷമമുണ്ട് ഇപ്പോ, ഒരുപാട് മണ്ഡലങ്ങൾ കൂടി പോകേണ്ടത്. ഇവിടെ ആര് വരുമെന്നാണല്ലോ നമുക്ക് അറിയേണ്ടത്. സുല്ലേ, നമുക്ക് വളരെ പെട്ടെന്ന് കുറച്ച് സമയം ബാക്കിയുള്ളൂ. മധ്യ കേരളത്തിൽ എത്ര സീറ്റ് UDF നേടാൻ സാധ്യതയുണ്ട്? മധ്യ കേരളം ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അതായത് ഇടുക്കി, എറണാകുളം, കോട്ടയം ഈ 3 ജില്ലകൾ വളരെ എനിക്ക് തോന്നുന്നു ഏറ്റവും നിർണായകമായിരിക്കും. കാരണം UDF അല്പം സാധ്യത ഉള്ള മേഖലയാണ്. അതായത് പ്രത്യേകിച്ച് എറണാകുളം മാത്രമാണ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും UDF-നൊപ്പം ഒന്ന് ചേർന്ന് നിന്ന ഒരു മണ്ഡലം എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇടുക്കി വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി ഒരു ജില്ലയായി വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ മലബാറിൽ ഇപ്പോൾ നിലവിൽ വരുന്ന ഒരു കണക്കനുസരിച്ചാണെങ്കിൽ ഒരു വലിയ വേവ് ഒന്നും ആർക്കില്ല, LDF-നില്ല. അപ്പോൾ അവിടെ വലിയ വ്യത്യാസം. ആ കാറ്റ് മധ്യ കേരളത്തിലൂടെ അടിച്ചു പോകുമോ എന്നതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. അവിടെ ഒറ്റ കാര്യം കൂടി പറയാം. അതായത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആ ഒരു വേവ് ഒരു പക്ഷേ ഇവിടേക്ക് എത്തുമ്പോൾ, ഈ തെക്കൻ കേരളത്തിലേക്ക് എത്തുമ്പോൾ വളരെ കുറഞ്ഞു വരാനാണ് സാധ്യത. അതുകൊണ്ട് അതിന്റെ ഒരു വേവ് കൊച്ചി നേരത്തെ തിരുവനന്തപുരത്ത് ഒന്നും ഉണ്ടാവില്ല. മധ്യകേരളത്തിലെ വലിയ തിരിച്ചടി ഉണ്ടാവും LDF-ന്. മധ്യ കേരളം എല്ലാ കാലത്തും നിൽക്കുന്ന പോലെ UDF-ന് കുറച്ച് സീറ്റ് അധികം ഉണ്ടാവും. പക്ഷെ തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ഈ 4 ജില്ലകളിൽ നിന്നായിട്ട് അവർക്ക് അവിടെ മേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് ഉണ്ടാകാനുള്ള സാധ്യത. മധ്യകേരളത്തിലേറെ കുറെ സീറ്റ് പിടിച്ചു കഴിഞ്ഞാൽ UDF-ന് കുറച്ച് ആശ്വാസമായിരിക്കും. പക്ഷെ തെക്കൻ കേരളത്തിൽ അവർ അതേപോലെ സീറ്റ് പിടിക്കണം, എങ്കിൽ മാത്രമേ അവർക്ക് ഭരിക്കാൻ നിയമസഭയിലേക്ക് എത്താൻ പറ്റും. എന്തായിരിക്കും BJP-യുടെ അവസ്ഥ? എനിക്ക് തോന്നുന്നത് BJP മധ്യ കേരളത്തിൽ നിന്നല്ല, കേരളത്തിൽ മുഴുവനായി എടുത്താൽ ഒരു 2-നപ്പുറം സീറ്റ് കിട്ടുന്ന നിലവിലുള്ള കണക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതിന് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതും പറയാൻ പറ്റില്ല, അതെവിടെയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം നിയമം കൊണ്ട് ഈ മണ്ഡലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു കൺസൾട്ടേഷൻ എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് BJP. എന്റെ അഭിപ്രായത്തിൽ BJP ഇത്തവണ അക്കൗണ്ട് തുറക്കില്ല എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഞാൻ പറയുന്നത് സാധ്യത ഞാൻ കാണുന്നത് നേമത്ത് മാത്രമാണ്. അതും സാധ്യത കുറവാണ്. ജയിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ അപ്രതീക്ഷിതമായ കാട്ടാക്കട, ചാത്തന്നൂർ, കഴക്കൂട്ടം 2 മണ്ഡലങ്ങൾ കാണുന്നുണ്ട്. അതിനകത്ത് നിയമമില്ല, എന്തായാലും നിയമമില്ല. ശരി, എനിക്ക് തോന്നുന്നു ഇവരെ ഏറെക്കുറെ ഒരു കാൽക്കുലേഷനിൽ എത്തിയിട്ടുണ്ട്. പറയുന്നോ, ഒന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നോ എങ്ങനെയായിരിക്കും? ദിവ്യ പ്രഡിക്റ്റ് ചെയ്തു. ഞാനില്ല, ട്രോള് കിട്ടേണ്ടി വരും, വയ്യ. ഇവിടെ 2 അക്കൗണ്ട് BJP തുറക്കുന്ന ഏറെക്കുറെ ഒന്ന് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. UDF-ന്റെ അവസ്ഥ എന്തായിരിക്കും സുനിൽ? ഞാൻ വിചാരിക്കുന്നത് ഒരു നേരിയ ഭൂരിപക്ഷത്തിലാണെങ്കിലും ഇത്തവണ UDF അധികാരത്തിൽ വരുമെന്നാണ്. ഇത് നമ്മുടെ സർവേക്കാർ കളിച്ച സേഫ് കളിയാണ്. ഞാൻ വലിയ ഭൂരിപക്ഷം ഒന്നും പ്രഡിക്റ്റ് ചെയ്യുന്നില്ല. അത് ഈ പറഞ്ഞതുപോലെ അടിത്തട്ടിൽ വലിയ നമ്മൾ കാണാത്ത എന്തെങ്കിലും ഒരു വേവ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഭൂരിപക്ഷം VD സതീശനൊക്കെ പറയുന്ന പോലെ 100 കടക്കാനൊക്കെ ഉള്ള സാധ്യതയുള്ളൂ. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് എന്റെ ഒരു കണക്ക് കൂട്ടലിൽ ഇത്തവണ UDF ഒരു കാരണവശാലും വരില്ല അധികാരത്തിൽ. എത്ര സീറ്റ് പറയുന്നോ? പിണറായി വിജയൻ ഒരു കാര്യം അന്ന് നമ്മളെ ഇന്റർവ്യൂവിൽ പ്രമോദ് സാറിനോട് പറഞ്ഞിരുന്നു. ഞാനൊരു മറുപടി കരുതി വെച്ചിട്ടുണ്ട്, അത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് പറയാം. ഇലക്ഷൻ കഴിഞ്ഞിട്ട് അദ്ദേഹം എന്താ പറയുന്നതെന്ന് കേൾക്കണം. എല്ലാവരുടെയും മനസ്സിനകത്ത് ഒരു ഏറെക്കുറെ ഒരു കാൽക്കുലേഷൻ എത്തിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് പറയാറില്ല. ഇനിയുള്ള 2 ദിവസം വളരെ നിർണായകമായിരിക്കും. എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ജനങ്ങൾ ഒരു 80-85% ആളുകളും ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. ബാക്കിയെല്ലാം കഴിഞ്ഞു. ഇനി അത് വോട്ട് ചെയ്യാൻ പോകുന്ന അവർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു പുഷ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അത് നടക്കും അടുത്ത ദിവസം. പുതിയ അജണ്ടയിലേക്കൊന്നും പോകാനില്ല. നേരത്തെ ഡീലൊക്കെ തുടങ്ങി, അങ്ങനെ പല അജണ്ടകൾ കഴിഞ്ഞു. അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം നിശബ്ദ പ്രചരണത്തിന്റെ അന്നാണ് കെ സുധാകരൻ EP ജയരാജനെ വെടിപൊട്ടിക്കുന്നത്. നമ്മുടെ അതുപോലെ പലതുണ്ട്. KK രമയ, VS അച്യുതാനന്ദൻ കാണാൻ പോയത് അത് അന്ന് ആ വിവാദം ഉണ്ടാവുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നിശബ്ദ പ്രചരണത്തിന്റെ അന്ന് രാവിലെയാണ് സുധാകരൻ ഈ ആരോപണം ഉന്നയിക്കുന്നതും അത് EP ജയരാജൻ അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ അന്ന് രാവിലെ
7 മണി വരെ നമ്മൾ കാത്തിരിക്കണം, എന്തെങ്കിലുമൊക്കെ വരും. അതെ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, കേരളമല്ലേ. എന്തായാലും ഈ വിവാദങ്ങളും വിഷയങ്ങളും എല്ലാം ആളുകൾ കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. അവർ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മൾ പറയാറില്ലേ, വലിയ രീതിയിൽ രാഷ്ട്രീയ ബോധ്യമുള്ളവരാണ് മലയാളികൾ കേരളത്തിൽ. ഞാൻ ഒരു കാര്യം കൂടി പറയാം. അതായത് ഞാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലൂടെ കറങ്ങിയിരുന്നു. എനിക്ക് ഏകദേശം അവിടുത്തെ ആളുകളെ ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റിയിരുന്നു. അത് ട്രെൻഡാന്ന് പറയാൻ കാരണം റിസൾട്ട് വന്നതിന് ശേഷം ഇതായിരുന്നു എനിക്ക് ഏകദേശം മനസ്സിലായി. പക്ഷേ നമ്മുടെ നാട്ടിലെ ആളുകൾ അങ്ങനെയല്ല. അവർ ചിലപ്പോൾ മനസ്സിലുള്ളത് പുറത്ത് പറഞ്ഞു കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈലന്റ് ആയിട്ട് അവരുടെ ട്രെൻഡ് എന്താണെന്നുള്ളത് നമുക്കിപ്പോൾ പറയാനേ പറ്റില്ല. നമ്മൾ കണ്ട കാഴ്ചകൾ അവരുടെ പ്രതികരണങ്ങളിൽ വെച്ചൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞത്. യെസ്, എന്തായാലും UDF ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ്. പക്ഷേ ഈ പറയുന്നത് പോലെ ഓപ്പോസിറ്റ് വലിയ ഒരു തരംഗമുണ്ട് എന്ന് പറയുമ്പോൾ LDF ക്യാമ്പ് അങ്ങനെ വലിയൊരു നിരാശയിലോ ആശങ്കയിലോ ഒന്നുമില്ല എന്നുകൂടി പറയട്ടെ. അത് നേതാക്കളോടായാലും പാർട്ടി അണികളോടായാലും നമ്മൾ ചോദിക്കുമ്പോഴേ അത്ര വലിയ ആശങ്കപ്പെടേണ്ട അല്ലെങ്കിൽ ഒരു പറയത്തക്ക UDF തരംഗമൊന്നും ഇല്ല, ഭരണവിരുദ്ധ വികാരമില്ല എന്നവർ ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കാത്തിരിക്കണം നമ്മൾ എന്നേക്ക് വരെ, വിധി വരുന്നത് വരെ അതിന് പിന്നെയും ഒരു മാസം കാത്തിരിക്കണം. അതാണ് ഏറ്റവും വലിയ വിഷമമുള്ള കാര്യം. ഇതിങ്ങനെ മനസ്സിൽ വെച്ച് ഇങ്ങനെ ആര് വരും എന്ന ചോദ്യം ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ചോദിക്കണ്ടേ. കാത്തിരിക്കണം. യെസ്, കാത്തിരിക്കാം. അപ്പോൾ നമുക്ക് വിധി വരുന്നത് വരെ, മെയ് 9-ാം തീയതി വരെ. അപ്പോൾ നമ്മുടെ തീപാറും മണ്ഡലം പരിപാടി ഇതാ ഇവിടെ നിയമസഭാ കവാടത്തിന് മുന്നിൽ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനിയുള്ള 3 ദിവസം നമുക്ക് സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് പോരാട്ടത്തിന് വിവരങ്ങൾ അറിയിക്കാം. ഇവരെല്ലാവരും ഫീൽഡിലുണ്ടാവും. ഓക്കെ, ബൈ. തീപാറും മണ്ഡലം